സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഞാൻ എൻ്റെ ഉമ്മാൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു, കാഷ്ടിച്ച് മൂത്രയിച്ചാൽ അതൊക്കെ ഞാനാ വൃത്തിയാക്കി കൊടുക്കൽ, എൻ്റെ കടപ്പാട് തീരുമോ എന്ന് ചോദിച്ചു. ഡ്യൂട്ടി കഴിയുമോ? ഇല്ല. എന്തേന്ന് ചോദിച്ചു. നീ നിൻ്റെ ഉമ്മാൻ്റെ ഇതൊക്കെ വൃത്തിയാക്കി കൊടുക്കുമ്പോൾ നീ ചിന്തിക്കുന്നത് ഉമ്മ മരിക്കുന്നവരല്ലേ ഇത് ചെയ്യേണ്ടുള്ളൂ എന്നാണ് അല്ലേ? ഉമ്മ മരിക്കുന്നവരെ, അതിപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ കുറേ കാലം അഡ്മിറ്റ് ആയാലും ചിലപ്പോൾ സ്വലാത്തിൻ്റെയും മറ്റു മജ്ലിസിലേക്കൊക്കെ പേപ്പർ കൊടുത്തേക്കും, ഉമ്മാക്ക് അസുഖമാണ് സലാമത്തിന് വേണ്ടി ദ്വാരക്കണം എന്ന് പറഞ്ഞാൽ അല്ലേ? അതാണ് ഹൈറെങ്കിൽ നിന്ന് ചിലപ്പോൾ തവീൽ കൊടുക്കാം അല്ലേ? ഉമറുള്ളാഹിന് പറയാം, അതേ സമയത്ത് മുമ്പ് നീ ഉമ്മാൻ്റെ മടിയിലും മറ്റൊക്കെ നജസാക്കി കാഷ്ടിച്ച് മൂത്രയിച്ചപ്പോൾ വൃത്തിയാക്കുമ്പോൾ ഉമ്മ ചിന്തിച്ചത് നീ വളരണം എന്നാണ്, നീ വളരണം എന്ന്. ഇപ്പം നീ ചിന്തിക്കുന്നത് ഉമ്മ ഇരിക്കണമെന്നാണ്. എത്ര വ്യത്യാസമുണ്ട് മോനെ. ഞാനിതൊരു സ്ഥലത്ത് വയല് പറഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ എന്നെ ഒരാൾ കുറേ സമയം മുസാഫത്ത് ചെയ്ത് കെട്ടിപ്പിടിച്ചിട്ട് കരഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ ഉമ്മാക്ക് സുഖമില്ല ഉസ്താദേ. ഉമ്മർ തങ്ങളെ എന്നോട് പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു. ഞാൻ എൻ്റെ ഉമ്മാൻ്റെ ചികിത്സ നടത്തുമ്പോൾ ഞാൻ വിചാരിക്കല് ഇത് മരിക്കുന്നവരല്ലേ വേണ്ടുള്ളൂ എന്നാണ്. ഉമ്മയില്ലാത്ത പോരങ്ങ് ആലോചിച്ച് നോക്കി. ഉമ്മയില്ലാത്ത വീട്, ഉമ്മാന്ന് വിളിക്കാൻ പറ്റിയ ഒരാൾ പോരക്കുണ്ടാവൽ എത്ര വലിയ നിയമത്താണ്. ഉമ്മയില്ലെങ്കിൽ ആ പുരയിൽ AC, അടിപൊളി ബാത്റൂം, കുറേ മാർബിൾ, ഗ്രാനൈറ്റ്, ഇതിനെ കൊണ്ടങ്ങ് കാര്യം. ഉമ്മാൻ്റെ മുഖം നോക്കിയാൽ തന്നെ സ്വർഗല്ലേ? ഉമ്മാൻ്റെ മുഖത്ത് നോക്കി അജുമ്രം ചെയ്ത കൂലിയല്ലേ? ആ ഉമ്മയില്ലെങ്കിൽ തീർന്നില്ലേ നമ്മളെ വീടിനെന്ത് പ്രകാശമുള്ളത്? അവർ കുറേ കാലം നമുക്ക് വേണം. ഉപ്പൻ്റെ ഉമ്മൻ്റെ പൊരുത്തമാകണം. ഉപ്പാക്കും ഉമ്മാക്കും 1 രൂപ കൊടുത്താൽ ഇസ്ലാം പറയുന്ന കൂലി എത്രയെന്നറിയാം? 1,00,000 രൂപ കൊടുത്ത കൂലിയാണ്. 1,00,000 ഇരട്ടി പ്രതിഫല ഉപ്പാക്കും ഉമ്മാക്കും സ്വതക്കയില്ല. അങ്ങനെ ആരും ഉണ്ടാവുക ലോകത്ത്? ആ സ്വർഗവാതിലുകളെ നമ്മളെപ്പോഴും പരിരക്ഷിക്കും. ഉമ്മാനെ കുറിച്ചിട്ടുള്ള വയല് ഉമ്മ മരിച്ചതിന് ശേഷം കേട്ടിട്ട് യൂട്യൂബ് പ്രഭാഷണം കേട്ടിട്ട് കരയുന്നതിനേക്കാൾ നല്ലത് ഉമ്മ ഉള്ള കാലത്ത് ഉമ്മാനെ ചിരിപ്പിക്കുകയുണ്ട്. അങ്ങനെ ഉപ്പാനും ഉമ്മാനും പൊരുത്തുള്ള നല്ല മക്കളാവണം.